നേരെ ഇങ്ങനെ വിളിക്കുമ്പോൾ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ? ആ, ഇന്നാണ് എൻ്റെ സ്റ്റുഡൻറ്റ് ഊർമിളയുടെ കല്യാണം. ഞങ്ങൾ കാത്തിരുന്ന കല്യാണമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഇതാണേ. ധാവണിയാണ് എടുത്തത്. ഗുരുവായൂർ വെച്ചിട്ടാണോ കല്യാണം നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. ഇതാണ് ഗുരുവായൂരിലെ അവസ്ഥ കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. ഇന്ന് ഒത്തിരി പേരുടെ കല്യാണം നടന്നിട്ടുണ്ടായിരുന്നു അവിടെ. പിന്നെ അവിടെ അരങ്ങേറ്റം നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അരങ്ങേറ്റം കണ്ടപ്പോൾ ശരിക്കും ഓർത്ത് പോയി. എൻ്റെ ഭരതനാട്യം കുച്ചിപ്പുടിയുടെ ഒക്കെ അരങ്ങേറ്റം ഇവിടെ തന്നെയാണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്തു. അങ്ങനെ താലികെട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മണ്ഡപത്തിലെത്തി. ഇതാണ് നമ്മുടെ പുതുപെണ്ണും പുതുചെക്കനും കേട്ടോ. അതിനിടയ്ക്ക് സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല കേട്ടോ. കാരണം നല്ല വിശപ്പായിരുന്നു, വാരി വലിച്ച് കഴിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ ഊർമിള പോകാൻ റെഡിയായിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. എല്ലായിടത്തും യാത്ര പറയുകയാണ്. അന്നത്തെ ഒരു ദിവസം ഫുള്ള് ഹാപ്പി ആണെങ്കിൽ പോലും ആ ഒരു ഇറങ്ങുന്ന നിമിഷം വല്ലാത്തൊരു വേദനയാണല്ലേ. നെഞ്ചിലൊരു എന്തോ ഒരു കനം പോലെയാണ്. ഇപ്പം എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ പോലും ആ ഒരു വിഷമം വരെയാണ് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ ഊർമിളയ്ക്ക്. ശരിക്കും നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പറിച്ച് നടുകയാണല്ലോ. എനിക്കെൻ്റെ സ്റ്റുഡൻ്റാണ് ഊർമിളെങ്കിൽ പോലും എൻ്റെ ഒരു കൂടപ്പിറപ്പ് പോലെയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. കുഞ്ഞിലേ മുതൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്തോ ആ ഒരു നിമിഷം നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന് പോയി, കരഞ്ഞു പോയി. എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റട്ടെ, നല്ലൊരു ലൈഫ് കിട്ടട്ടെ ഊർമിളയ്ക്ക്. അപ്പോൾ എന്തായാലും കല്യാണം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളെല്ലാവരും. ആ ഒരു നിമിഷം ചെറിയൊരു വിഷമവും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ പോലും സങ്കടമായിപ്പോയി. അങ്ങനെ ഇതാ കല്യാണം നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.